ഒരു സ്ത്രീയും വിവാഹമോചനം കഴിഞ്ഞ ഒരു സ്ത്രീയും അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ തമ്മിലുള്ള പ്രണയതയാണ് സത്യത്തിൽ ഈ സിനിമ പറയുന്നത്. രാഷ്ട്രീയവും മതവും സിനിമയുടെ ഭാഗമായി, സത്യത്തിൽ ആ കഥയുടെ ഭാഗമായി ഇതിലേക്ക് എൻ്റർ ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എന്നും മതമായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ എല്ലാം മെയിൽ ഡൊമിനേറ്റഡ് ആണ് നമ്മുടെ സമൂഹം. ഈ മുസ്ലിം നിയമപ്രകാരമുള്ള ഒരു സംഭവമാണ് തലാഖ്. നമുക്കറിയാം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് തലാഖ് എന്നുള്ളത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു 99% ആളുകൾക്കും തലാഖ് എന്ന് കേട്ടാൽ അറിയാം. എന്നാൽ ഈ സെയിം മതം തന്നെയാണ് സ്ത്രീക്ക് ഇതേപോലെ ഒരു അവകാശമുണ്ട്. പുരുഷന് ചില സർക്കംസ്റ്റൻസിൽ പുരുഷൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് പോവുകയോ അതല്ല മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവളെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ പുരുഷനെ ഉപേക്ഷിക്കാനുള്ള അവകാശവും ആ മതം തന്നെ നൽകുന്നുണ്ട്. അതിന്റെ പേരാണ് ഫസൽ. സത്യത്തിൽ അത് ആളുകൾക്കൊന്നും അറിയില്ല. അത് നമ്മൾ ഇതിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട് ഈ സിനിമയിലൂടെ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു ത്രില്ലർ മൂവിയും കൂടിയാണ്. കാരണം ഒരു മർഡർ മിസ്റ്ററിയും കൂടി നമ്മൾ ഈ സിനിമയിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ചേരുവകളും ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതൊരു സംഭവമാണെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് മതവും അല്ലെങ്കിൽ പൊളിറ്റിക്സോ മാറ്റി നിർത്തിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതമില്ല. ഒരു കഥയായാലും ഏതൊരു കഥയാണെങ്കിലും എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മതം ഉണ്ടാവും. അത് സമീപിച്ചതാണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുതുമുഖ സംവിധായകനാണ്. പിന്നെ ഇത് അവർക്ക് നമ്മളൊരു കോൺഫിഡൻസ് വേണമല്ലോ. സത്യം പറഞ്ഞാൽ അതാണ്. കാരണം ഞാൻ ഒത്തിരി പേര് സമീപിച്ചെങ്കിലും പിന്നെ രണ്ടാമത് ഇത് വന്നപ്പോഴത്തേക്കും, കാരണം ഒരു ആളുടെ സമയം എടുക്കുമ്പോൾ അടുത്ത ആൾക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും വന്നപ്പോൾ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു, ഒരു സിനിമ നടക്കണമെങ്കിൽ ഇപ്പറഞ്ഞ നമ്മൾ ഇവരുടെ പുറകെ നടന്ന് ഒത്തിരി സമയം കളഞ്ഞാൽ ഇത് നടക്കില്ല എന്ന് എനിക്ക് തോന്നിക്കൊണ്ടിട്ടാണ് പുതുമുഖ ആളുകളെ വെച്ച് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് എടുത്തത്? വിവാദമാക്കാൻ വേണ്ടിയാണോ അതോ ഇത് പുരോഗമനം പറയാൻ വേണ്ടിയാണോ? ഇത് വിവാദമാക്കാനോ പുരോഗമനം പറയാൻ വേണ്ടിയല്ല. ഇത് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഇതൊരു പ്രണയകഥയാണ്. ഒരു നാട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്തിൽ, എസ്പെഷ്യലി ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു കഥ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പൊളിറ്റിക്സ് ഇല്ലാണ്ടൊന്നും, കാരണം അറിയാലോ ഇന്നത്തെ കേരളത്തിലെ സമൂഹം എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്സിന് അടിമയാണെന്ന് തന്നെ പറയാം. ഏതെങ്കിലും അതേപോലെ നമ്മുടെ നായകനും ശരിക്കും സിനിമയിൽ ഒരു, കാരണം ഒരു കൊറോണ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് വരുന്നുണ്ട്. അപ്പൊ പൊളിറ്റിക്സ് പറയാണ്ട് കൊറോണ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് ഒരു നായകനെ ഇടതുപക്ഷ അനുഭാവി എന്നുള്ള രീതിയിൽ വന്നത്. അങ്ങനെയാണ് അത് പൊളിറ്റിക്സ് വരാൻ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ഫസഖ് എന്ന് പറഞ്ഞ സംഭവം റിവീൽ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ രണ്ടും അതിൽ വെക്കേണ്ട വന്നു. അല്ലാണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അങ്ങനെയല്ല. പക്ഷെ ആ കഥ ആവശ്യപ്പെടുന്നതാണ്. നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. അത് കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഇതിലേക്ക് വന്നത്. അതിപ്പോ സിനിമ കഴിഞ്ഞ് ഇത് കണ്ടപ്പോഴാണ്, എല്ലാവരും പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ തോന്നുന്നത് ഇങ്ങനൊരു സംഭവം വന്നല്ലേ എന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ഇതിലല്ല എടുത്തത്. കഥ ആവശ്യപ്പെടുന്ന ഒരു സത്യത്തിലൊരു പ്രണയകഥയാണ്, എന്നാൽ ഒരു മർഡർ മിസ്റ്ററി ഉണ്ട്. അത്രേ ഉള്ളൂ ശരിക്കും സിനിമയിൽ. പക്ഷെ അവരുടെ ഈ സമയങ്ങളും ഈ നായകന്റെ ആ ഒരു അന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു റീസൺ. ഈ വിവാദമാകുമോ എന്നുള്ള എല്ലാവരുടെയും ചോദ്യം കേൾക്കുമ്പോൾ ഞങ്ങളെന്തോ ഈ സിനിമയില് വിവാദമാകാനും മാത്രം മതത്തെയോ രാഷ്ട്രീയത്തെയോ ഒന്നും മോശമായി പറഞ്ഞിട്ടേ ഇല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ മുസ്ലിം പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും വേൾഡ് വൈഡ് ആണ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള എത്രയോ മൂവികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വിവാദമാകും. അപ്പം നമ്മൾ ഇതിലൊരു സബ്ജക്റ്റ് പറയുന്നുണ്ട്. ആ സബ്ജക്റ്റ് ഒരു പ്രണയകഥയാണ്. ആ പ്രണയം നടന്നത് ഒരു നാട്ടിൻ പുറത്താണ്. രണ്ടാം കെട്ടുകാരിയായ പൂർവ്വ കാമുകിനെ തന്നെ പ്രണയിക്കുന്ന കാമുകന്റെ കഥയാണ്. അപ്പൊ അതിൽ ഫസഖ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നുകൊണ്ട് ഒരിക്കലും ഇതൊരു വിവാദ വിഷയമായി മാറണമെന്നില്ല. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ എല്ലാവർക്കും അറിയാതെ പോയ ഒരു തലാഖ് പോലെ തന്നെ ഫസഖ് എന്ന് പറയുന്ന ഒരു മതനിയമമുണ്ട്. അത് ഈ സബ്ജക്റ്റിലൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുസ്ലിംസിനെ ആരെയും മോശമായിട്ട് പറയുകയല്ല. ആർക്കും അറിയാത്തൊരു പുതിയ കാര്യം പറയുന്നു എന്ന് മാത്രം. ഇതിൽ രാഷ്ട്രീയം വന്നത് ആ ഗ്രാമത്തിൽ ആ ഒരു സ്റ്റോറി നടക്കുമ്പോൾ ഇതിലൊരു മർഡർ നടക്കുന്നുണ്ട്, കൊറോണയുടെ പ്രസൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നു. നമ്മളെല്ലാവരും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ താമസിക്കുന്നവരാണ്. എല്ലാവരും വ്യക്തി ജീവിതത്തിൽ രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടാവും. മതപരമായി ഇപ്പം ഹിന്ദുക്കളെല്ലാവരും തീവ്രമായി ഹിന്ദു മതത്തെ കുറിച്ച് ചിന്തിക്കുന്നവരില്ല. മുസ്ലിംസ് എല്ലാവരും തീവ്രമായി മുസ്ലിം മതത്തെ കുറിച്ച്.
എല്ലാവരും അവരവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവന്നു. ചിലർ അതിനെ തീവ്രമായിട്ട് കൊണ്ടുനടക്കുന്നു. നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ മനഃപൂർവ്വമായിട്ട് ഈ സിനിമയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന കുറെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് വിവാദമാക്കി ഹിറ്റാക്കാം, അങ്ങനെ പൈസ ഉണ്ടാക്കാം, അങ്ങനെ പ്രൊഡ്യൂസറായ ഹബീബിക്കൻ ചിന്തിച്ചിട്ടില്ല, ഡയറക്ടറായ മുജീബിക്കൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളിതിൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ മതം മോശമാണ്, ഈ മതം നല്ലതാണ്, ഈ രാഷ്ട്രീയം മോശമാണ്, ഈ രാഷ്ട്രീയം നല്ലതാണ്, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊരു ആക്ഷേപ ഹാസ്യ ചിത്രം തന്നെയാണ്. എല്ലാ പാർട്ടിക്കാരെയും കളിയാക്കിയിട്ടുമുണ്ട്, നല്ലതും പറഞ്ഞു.